നമസ്കാരം. ഡീപ്പ് ലേണിംഗ് വീഡിയോസിൻ്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രാൻസ്ഫർ ലേണിംഗ് എന്ന് പറയുന്നൊരു സ്പെഷ്യൽ ടോപ്പിക്കാണ്. സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയാൻ കാരണം രണ്ട് രീതിയിലാണ്. ഒന്ന്, ഡീപ്പ് ലേണിങ്ങിൻ്റെ ആപ്ലിക്കേഷനിൽ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ട്രാൻസ്ഫർ ലേണിംഗ്. ട്രാൻസ്ഫർ ലേണിംഗ് രണ്ടാമത് എന്തുകൊണ്ട് സ്പെഷ്യൽ ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം ഞാനൊരു പേപ്പർ പബ്ലിഷ് ചെയ്തിരുന്നു. പേപ്പറിന്റെ ഹെഡിങ് നിങ്ങൾക്ക് കാണാം, ട്രാൻസ്ഫർ ലേണിംഗ് ബേസ്ഡ് ന്യൂറൽ നെറ്റ്വർക്ക് ഫോർ ഫ്രീക്വൻസി പ്രെഡിക്ഷൻ ഓഫ് ലീനിയർ ഡൈനാമിക് സിസ്റ്റംസ്. ട്രാൻസ്ഫർ ലേണിംഗ് ഉപയോഗിച്ച് എങ്ങനെ നാച്ചുറൽ ഫ്രീക്വൻസി പ്രെഡിക്ഷൻ നടത്താമെന്നുള്ളതായിരുന്നു പേപ്പർ. ഇത് SIE ജേർണൽസിൽ പബ്ലിഷ് ചെയ്ത് വന്നതാണ്. ഞാൻ വേണേൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. ഇത് ഞാൻ മാത്രം വർക്ക് ചെയ്തിട്ടുള്ളൊരു പേപ്പറാണ്. കഴിഞ്ഞ വർഷം ജോലി സംബന്ധമായ ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുള്ളൊരു പേപ്പറാണ്. പിന്നെ ഇത് വാങ്ങി വായിക്കണമെങ്കിൽ കോപ്പിറൈറ്റ് ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിവ്യൂ ഡോക്യുമെൻ്റ് ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ഇതിപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രമല്ല, ഇവിടെ ഞാൻ ഡീപ്പ് മൈൻഡിൻ്റെ സിഇഒയുടെ കോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വളരെ പ്രാക്ടിക്കലി ഫീസിബിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ട്രാൻസ്ഫർ ലേണിംഗ്. ഡീപ്പ് ലേണിംഗിൽ റിസർച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഏതെങ്കിലും രീതിയിൽ ബിൽഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ട്രാൻസ്ഫർ ലേണിംഗ് ഈസ് ഗോയിങ് ടു ഹെൽപ്പ്. അപ്പോൾ എന്താണ് ട്രാൻസ്ഫർ ലേണിംഗ് എന്ന് പറയുന്നതിന് മുന്നേ എന്താണ് CNN ചില പ്രശ്നങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കാം. പ്രധാനമായും എമൗണ്ട് ഓഫ് ഡാറ്റയാണ്. നമുക്കറിയാം, ഒരുപാട് പ്രീ ട്രെയിൻഡ് നെറ്റ്വർക്ക് ഉണ്ട്. അതിനെല്ലാം എത്ര പാരാമീറ്റേഴ്സ് വേണമെന്നുള്ളത്. ഞാൻ ഈ പ്രീ ട്രെയിൻഡ് നെറ്റ്വർക്കിനെ കുറിച്ചൊക്കെ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഓരോ നെറ്റ്വർക്കും അതിന് എത്രത്തോളം ഡാറ്റ വേണമെന്നുള്ളതും എത്രത്തോളം പാരാമീറ്റേഴ്സ് ആണ് കൺസിഡർ ചെയ്യുന്നതെന്നുള്ളതും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്താണ്. അതിൻ്റെ ഒരു സമ്മറിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്തൊരു പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത് ട്രെയിൻ ചെയ്യണമെങ്കിൽ ഒരുപാട് സമയം വേണം. ഡാറ്റ കൂടുതലാണ്, അതുകൊണ്ട് തന്നെ നല്ലൊരു ഹാർഡ്വെയർ സെറ്റപ്പ് ഒക്കെ വേണം. പിന്നെ സമയം കുറേ എടുക്കും. ആ സമയത്തിന്റെ ഒരു ഏകദേശ കണക്കാണ് താഴെ കൊടുത്തിരിക്കുന്നത്. AlexNet ഉപയോഗിക്കുകയാണ്. അത്യാവശ്യം നല്ലൊരു ഹാർഡ്വെയർ സെറ്റപ്പ് ആണെങ്കിൽ ഒരു വീക്കാണ് ട്രെയിൻ ചെയ്യാൻ എടുക്കുന്ന സമയം. ടെൻറ്റേറ്റീവായിട്ട് നമ്മൾ പറയുന്നതാണ്. നിങ്ങളുടെ ഡാറ്റയ്ക്ക് അനുസരിച്ച് ഇതൊക്കെ മാറാം. അതുപോലെ തന്നെ VG ആണെങ്കിൽ 2 to 3 weeks ആണ് എടുക്കുന്നത്. ഹാർഡ്വെയർ സ്പെക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത്ര കണക്കെന്നൊക്കെ മനസ്സിലാവുന്നത് നിങ്ങൾക്ക് ഒരുപാട് ദിവസത്തെ എഫേർട്ടാണ് ഇതൊന്ന് ട്രെയിൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, മറ്റൊരുപാട് പ്രശ്നങ്ങളുണ്ട്. ഹൈപ്പർ പാരാമീറ്റേഴ്സ് ഉണ്ട്, അതിനെ ഒപ്റ്റിമൈസ് ചെയ്യേണ്ടതുണ്ട്. ആദ്യം നിങ്ങൾ ട്രെയിൻ ചെയ്തു, 2 ആഴ്ച എടുത്തിട്ടാണ് ഫസ്റ്റ് കട്ട് ഓഫ് റിസൾട്ട് കാണുന്നതെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഫൈൻ ട്യൂൺ ചെയ്യണം. അപ്പോൾ വീണ്ടും അത് ഇറ്ററേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. മാത്രമല്ല, ഈ ഓവർ ഫിറ്റിംഗ് അതുപോലുള്ള മറ്റ് ന്യൂറൽ നെറ്റ്വർക്കുമായിട്ടുള്ള ഇഷ്യൂസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത്തരം വിഷയങ്ങളും നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ ഒരു ചാലഞ്ചാണ്. പ്രാക്ടിക്കലി നമ്മൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുമ്പോൾ വിചാരിച്ച പോലെ ഒന്നുമല്ല. ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്താൽ മാത്രമേ നല്ല രീതിയിലുള്ളൊരു പ്രെഡിക്ഷൻ നടത്താനായിട്ട് പറ്റുള്ളൂ. ഇവിടെയാണ് ട്രാൻസ്ഫർ ലേണിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന് ഇമ്പോർട്ടൻസ്. ഞാൻ നേരത്തെ ഡീപ്പ് മൈൻഡ് CEO പറഞ്ഞ കാര്യം കാണിച്ചിരുന്നു. അതുപോലെ തന്നെ ആൻഡ്രൂ യങ് പറഞ്ഞതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇറ്റ് വിൽ ബി ദ നെക്സ്റ്റ് ഡ്രൈവർ ഫോർ ദ ML സക്സസ്. എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ ട്രാൻസ്ഫർ ലേണിംഗിനെ കുറിച്ച് പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സപ്പോസ് നിങ്ങൾക്ക് ഒരു ഡോഗ് വേഴ്സസ് കാറ്റ് ക്ലാസിഫിക്കേഷൻ ആണ് നടത്തേണ്ടതെന്ന് ഇരിക്കട്ടെ. നിങ്ങൾ പുതിയതായിട്ടൊരു പ്രൊജക്ട് ചെയ്യുകയാണ്. നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ ഡോഗിന്റെ കുറെ ഇമേജസ് കളക്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ കാറ്റിന്റെ ഇമേജസ് കളക്ട് ചെയ്യുന്നു. ഇത് രണ്ടും ഒരു ന്യൂറൽ നെറ്റ്വർക്കിന് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നു. പിന്നീട് പുതിയൊരു ഡാറ്റ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് ആ ന്യൂറൽ നെറ്റ്വർക്ക് പ്രെഡിക്റ്റ് ചെയ്യണം കാറ്റ് ആണോ ഡോഗ് ആണോ എന്നുള്ളത്. ഇതാണ് ജനറൽ പ്രൊസീജിയർ. ഇത് നിങ്ങൾ ചെയ്തു, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പ്രഡിക്ഷൻ ഒക്കെ കിട്ടിയിരിക്കട്ടെ. അതായത് നിങ്ങളുടെ നെറ്റ്വർക്ക് ട്രെയിൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു പർട്ടിക്കുലർ ഡാറ്റ. അതേസമയം നിങ്ങൾക്ക് ചിമ്പാൻസി വേഴ്സസ് ഹ്യൂമൻ എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസിഫിക്കേഷനും കൂടി നടത്തണം. സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിൽ വരുന്നൊരു ചോദ്യമാണ്, ഇതിന് ഞാൻ ഇനി വീണ്ടും ആദ്യമേ തൊട്ട് തുടങ്ങണം. ആദ്യമേ തൊട്ട് തുടങ്ങുക എന്ന് പറഞ്ഞാൽ എന്താണ്? ചിമ്പാൻസിന്റെ കുറെ ഇമേജസ് കൺസിഡർ ചെയ്യുന്നു, അതുപോലെ തന്നെ ഹ്യൂമൻ ഇമേജ് കൺസിഡർ ചെയ്യുന്നു, വീണ്ടും നെറ്റ്വർക്കിനെ ട്രെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്, എന്നിട്ട് പ്രെഡിക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത്രയും എഫേർട്ട് ഇടണോ വേണ്ടയോ എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവും. കാരണം നിങ്ങൾ ഓൾറെഡി ഒരു നെറ്റ്വർക്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അതിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലേണിംഗ് ഉണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഈ ട്രാൻസ്ഫർ ലേണിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റിന്റെ ബേസിക് കാര്യം എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഓൾറെഡി ഒരു നെറ്റ്വർക്ക് ട്രെയിൻ ചെയ്തിട്ടുണ്ട്, നമുക്കതിനെ പ്രീ ട്രെയിൻഡ് നെറ്റ്വർക്ക് എന്ന് വിളിക്കാം. ആ പ്രീ ട്രെയിൻഡ് നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ട് പുതിയൊരു ഡാറ്റ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ചെയ്യുന്നത്, നിങ്ങൾ ഇതേ ഡാറ്റ പഴയ നെറ്റ്വർക്കിലേക്ക് കൊടുക്കുന്നു. പക്ഷെ ആ നെറ്റ്വർക്ക് പൂർണ്ണമായിട്ടല്ല ഉപയോഗിക്കുന്നത്, അതിൻ്റെ ചില ലെയേഴ്സ് നമുക്ക് മാറ്റുന്നു. ഈ ഒരു പർട്ടിക്കുലർ കേസിൽ നമ്മൾ ലാസ്റ്റ് ലെയർ ആണ് മാറ്റുന്നത്. അത് നിങ്ങളുടെ പ്രഡിക്ഷൻ്റെ ആക്യുറസി അനുസരിച്ച്, അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള ഡാറ്റയാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നതനുസരിച്ച്, ഇതൊക്കെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ആകെ ചെയ്യുന്ന എന്താണ്, നമ്മൾ ആ നെറ്റ്വർക്കിൻ്റെ തുടക്കമൊന്നും മാറ്റുന്നില്ല. എന്നുവെച്ചാൽ ഫസ്റ്റ് സെറ്റ് ഓഫ് ലെയേഴ്സ് നമ്മൾ ഫ്രീസ് ചെയ്യാണ്, ലാസ്റ്റ് ലെയർ മാത്രം നമ്മൾ എടുത്തു മാറ്റുന്നു, പുതിയൊരു ലെയർ ആഡ് ചെയ്യുന്നു. അപ്പോൾ പുതിയ ലെയർ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? അവിടെയുള്ള വെയിറ്റുകളൊക്കെ മാറുന്നുണ്ട്, അവിടെയുള്ള കാൽക്കുലേഷൻസ് ഒക്കെ മാറും. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? ഇത്തരത്തിലൊരു ഡാറ്റ കൊടുക്കുമ്പോൾ ആ ഒരു നെറ്റ്വർക്ക് ഹ്യൂമൺ ആണോ ചിമ്പാൻസി ആണോ എന്നുള്ളൊരു
പ്രിഡിക്ഷൻ നടത്താൻ പറ്റണം എന്നുള്ളതാണ്. അങ്ങനെ പറ്റുന്നുണ്ട്. അതാണ് ട്രാൻസ്ഫർ ലേണിങ്ങിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ആദ്യം തൊട്ടേ കുറേ ഡാറ്റ കൊണ്ടുവന്ന് ട്രെയിൻ ചെയ്യിച്ച് വീണ്ടും പ്രെഡിക്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ഓൾറെഡി നിങ്ങൾക്കൊരു പ്രീ ട്രെയിൻ നെറ്റ്വർക്ക് ഉണ്ട്. അതിൻ്റെ വെയിറ്റ് നിങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് പ്രീ ട്രെയിൻ നെറ്റ്വർക്കാണ്. അത് നിങ്ങൾ എടുക്കുന്നു. നിങ്ങളുടെ പുതിയ ഡാറ്റയ്ക്ക് ആ ഒരു നെറ്റ്വർക്ക് എത്രത്തോളം ഉപയോഗിക്കുക എന്നുള്ളത് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അത് അതേ രീതിയിൽ ഉപയോഗിച്ചാൽ നടക്കില്ല. കാരണം ആ വെയിറ്റുകളെല്ലാം ട്രെയിൻ ചെയ്തിരിക്കുന്നത് വേറൊരു സെറ്റ് ഓഫ് ഡാറ്റയ്ക്കാണ്. സോ എക്സാക്ട്ലി അത് മാച്ച് ആവില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ ചില ലെയേഴ്സ് എടുത്ത് കളയുന്നു, പുതിയ ലെയർ ആഡ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ പുതിയ വെയിറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അക്കോർഡിംഗ് ടു യുവർ ന്യൂ ഡാറ്റ. ഇതാണ് ട്രാൻസ്ഫർ ലേണിംഗിന്റെ ഒരു ബേസിക് കോൺസെപ്റ്റ്. സോ നമ്മൾ സാധാരണ ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് ഡാറ്റാ സെറ്റ് ഉണ്ടെങ്കിൽ രണ്ട് രീതിയിലുള്ള മോഡൽ നമ്മൾ ബിൽഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ രണ്ട് മോഡൽ ഉപയോഗിച്ച് സെപ്പറേറ്റ്ലി ആണ് പ്രിഡിക്ഷൻ നടത്തേണ്ടത്. എന്നാൽ ട്രാൻസ്ഫർ ലേണിംഗിൽ എന്താ ചെയ്യുന്നത്, നിങ്ങൾ ഒരു ഡാറ്റാ സെറ്റ് ഉപയോഗിച്ചിട്ട് ഒരു മോഡൽ ബിൽഡ് ചെയ്യുന്നു. അതേ മോഡലിന്റെ നോളജ് നിങ്ങൾ എക്സ്ട്രാക്ട് ചെയ്തിട്ട് അടുത്ത ഡാറ്റാ സെറ്റ് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഇവിടെ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ്, അത് എങ്ങനെ ശരിയാവും? കാരണം കാറ്റ് ആൻഡ് ഡോഗിനെയാണ് നിങ്ങൾ ട്രെയിൻ ചെയ്തിരിക്കുന്നത്. ഹ്യൂമൻ ആൻഡ് ചിമ്പാൻസി എന്ന് പറഞ്ഞാൽ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. നമ്മുടെ കാഴ്ചയിൽ അത് വളരെ വ്യത്യാസമാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു നെറ്റ്വർക്കിന് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതെന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ആൻസറും കൂടി നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും നിങ്ങളൊരു ഇമേജ് നെറ്റ്വർക്കിന് കൊടുക്കുന്ന സമയത്ത് അത് മനസ്സിലാക്കുന്ന ഒരു രീതിയുണ്ട്. നിങ്ങൾക്കറിയാം, ഫീച്ചേഴ്സ് ആണ് ഡീപ്പ് ലേണിംഗ് നെറ്റ്വർക്ക് മനസ്സിലാക്കുന്നത്. സോ ഫീച്ചേഴ്സിൽ തന്നെ പല രീതിയിലുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. ലോ ലെവൽ ഫീച്ചേഴ്സ്, മിഡ് ലെവൽ ഫീച്ചേഴ്സ്, ഹൈ ലെവൽ ഫീച്ചേഴ്സ്. ഇത് എക്സാക്ട്ലി എന്താണെന്നുള്ളത് നമുക്ക് പറയാൻ അറിയില്ല. അത് നെറ്റ്വർക്കിന് മാത്രമേ അറിയുള്ളൂ. അതിൻ്റെ വെയിറ്റ് ഒപ്റ്റിമൈസ് ആവുന്നതിനനുസരിച്ച് അത് ഏതൊക്കെയോ രീതിയിൽ നമ്മൾ കൊടുക്കുന്ന ഇമേജിനെ മനസ്സിലാക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന രീതി പറയാം. മേ ബി ലോ ലെവൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ആയിരിക്കും. ഇപ്പോൾ ഒരു ആപ്പിൾ കൊടുക്കുകയാണെങ്കിൽ ആ ആപ്പിളിൻ്റെ ജസ്റ്റ് ഒരു ബോർഡർ ആയിരിക്കും ലോ ലെവൽ ഫീച്ചർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ആ രീതിയിലൊന്നും ആയിക്കോളണമെന്നില്ല കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ പല ഫീച്ചേഴ്സാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നിട്ടാണ് അതിനൊരു ട്രെയിനബിൾ ക്ലാസിഫയർ ആക്കുന്നത്. ഇതേ സംഭവം തന്നെയാണ് കോൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്കിലും സംഭവിക്കുന്നത്. കോൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക് പലതരത്തിലുള്ള കോൺവല്യൂഷണൽ ലെയേഴ്സ് ഉണ്ടാവും. ഓരോ ലെയേഴ്സിലും നടക്കുന്നത് എന്താണ്, പലതരത്തിലുള്ള ഫീച്ചർ ലേണിങ്ങുകൾ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു ഇമേജ് കൊടുക്കുന്ന സമയത്ത് ആ ഒരു ഇമേജിന്റെ പല ലെവൽസിലുള്ള ഫീച്ചേഴ്സ് ആണ് അത് റെക്കഗ്നൈസ് ചെയ്യാൻ നോക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, ഇങ്ങനെയാണെങ്കിൽ ടു സം എക്സ്റ്റെൻറ്റ് ഡോഗിന്റെയും നമ്മുടെയൊക്കെ ഫീച്ചേഴ്സ് സിമിലാരിറ്റി ഉണ്ടാവില്ലേ? ഉദാഹരണത്തിന് ഡോഗിന് എടുക്കുകയാണെങ്കിൽ കണ്ണുകളുണ്ട്, മൂക്കുണ്ട്, പിന്നെ ചുണ്ടുണ്ട്. ഏകദേശം ഇതിൻ്റെയൊക്കെ ഒരു പൊസിഷൻ കറക്റ്റായി വരും. അപ്പോൾ ഒരു ലോ ലെവൽ ഫീച്ചേഴ്സ് ചിലപ്പോൾ ഓൾമോസ്റ്റ് മാച്ചിങ് ആയിരിക്കും, മേ ബി ഒരു 90%. എങ്ങനെയാണ് നെറ്റ്വർക്ക് അതിനെ മനസ്സിലാക്കിയത് നമുക്കറിയില്ല. പക്ഷെ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും ടു സം എക്സ്റ്റെൻറ്റ് ചില ഫീച്ചേഴ്സിന് സിമിലാരിറ്റി ഉണ്ട്. ഈ ഒരു ഐഡിയ ആണ് നമ്മൾ ട്രാൻസ്ഫർ ലേണിങ്ങിലൂടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പം CNN ഫിൽറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം. ഓരോ ലെയറിലും ഫീച്ചർ ലേണിംഗ് നടക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. പുതിയ ഒരു ടാസ്ക് കൊടുക്കുകയാണെങ്കിൽ എത്രത്തോളം ആ ഒരു കോൺസെപ്റ്റിനെ നമുക്ക് ലിവറേജ് ചെയ്യാം, അല്ലെങ്കിൽ എത്രത്തോളം ആ ഒരു നോളജിനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇതാണ് ട്രാൻസ്ഫർ ലേണിംഗ് എന്ന് പറയുന്നതിൻ്റെ ബേസിക് കോൺസെപ്റ്റ്. ഇത് എപ്പോഴും വർക്ക് ആകുമെന്ന് ചോദിച്ചാൽ എപ്പോഴും വർക്ക് ആയിക്കോണമെന്നില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഡാറ്റയുടെ ഒരു സിമിലാരിറ്റി ഒക്കെ ഇതിൽ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. ബട്ട് നിങ്ങൾ സ്ക്രാച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. ആ ചലഞ്ചസ് ഒക്കെ ഓവർകം ചെയ്ത് നിങ്ങൾ അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത്, നിങ്ങൾ റിസൾട്ട് അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. സോ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ട്രാൻസ്ഫർ ലേണിംഗ് വളരെ ഹെൽപ്ഫുൾ ആണ്. എന്താണ് ട്രാൻസ്ഫർ ലേണിംഗ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ ഒരു കമ്പാരിസൺ കൊടുത്തിട്ടുണ്ട്. പ്രധാനമായിട്ടും 4 പാരാമീറ്റേഴ്സ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. എമൗണ്ട് ഓഫ് ഡാറ്റ, കോസ്റ്റ്, ട്രെയിനിങ്, ടൈം. എമൗണ്ട് ഓഫ് ഡാറ്റ നോക്കുകയാണെങ്കിൽ ട്രഡീഷണൽ ML മോഡലിന് ഒരുപാട് ഡാറ്റ വേണം, എന്നാൽ ട്രാൻസ്ഫർ ലേണിങ്ങിന് കുറഞ്ഞ ഡാറ്റ മതി. കോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഏതാ കൂടുതൽ എക്സ്പെൻസീവ്? ട്രഡീഷണൽ ML മോഡലാണ് എക്സ്പെൻസീവ്. അവിടെയും നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്. ട്രാൻസ്ഫർ ലേണിംഗ് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ട്രെയിനിങ് ഓഫ് കോഴ്സ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ട്രെയിനിങ്ങിൻ്റെ ആവശ്യമില്ല. പ്രീ ട്രെയിൻഡ് നെറ്റ്വർക്കാണ് ഉപയോഗിക്കുന്നത്. അതിൽ തന്നെ ട്രെയിനിങ് എന്ന് പറയുന്നതിൻ്റെ ഏറെക്കുറെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് പൂർണ്ണമായും പഴയ നെറ്റ്വർക്കല്ല ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞു, ചില ലെയേഴ്സ് ഫ്രീസ് ചെയ്തിട്ട് ബാക്കിയുള്ള ലെയേഴ്സിലെ വെയിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ട്രാൻസ്ഫർ ലേണിങ്ങിലാണ് കുറഞ്ഞ സമയം എടുക്കുക. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ ലേണിങ്ങിന് ആകെ ഒരു പ്രശ്നം വരുന്നത്, നിങ്ങളുടെ ഡാറ്റ ഏത് പ്രീ ട്രെയിൻ നെറ്റ്വർക്കുമായിട്ടാണ് മാച്ചായി വരിക, എത്രത്തോളം ആക്യുറസി കിട്ടും, ഇതിനെക്കുറിച്ചൊന്നും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ എത്ര ലെയേഴ്സ് ഫ്രീസ് ചെയ്യണം. അപ്പോൾ ഇതൊന്നും ഡയറക്റ്റ് ആൻസേഴ്സ് ഇല്ല. യു ഹാവ് ടു എക്സ്പെരിമെൻറ്റ് ഇറ്റ് ഔട്ട്. എങ്കിൽ മാത്രമേ ട്രാൻസ്ഫർ ലേണിംഗ് വർക്ക് ആവുള്ളൂ. ഹോപ്പ് ദിസ് സെഷൻ വാസ് ഇൻഫോർമേറ്റീവ്. താങ്ക് യു ഫോർ വാച്ചിങ്. എൻജോയ് ഡീപ്പ് ലേണിംഗ്.